ഹലോ, ഞാൻ സുരയ്യ ഷാഫി. സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന നമ്മുടെ നമ്മുടെ എന്നല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ എന്നാണ് പറയാൻ പോകുന്നത്. അതിനൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും അങ്ങനെ തന്നെ പറയാം അല്ലേ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ നാളുകളെ അല്ലെങ്കിൽ ആയിട്ടുള്ളൂ, ഞങ്ങളുടെ മാസങ്ങൾ വളരെ ചുരുങ്ങിയത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ അടുത്തൊരു സമയത്താണ്. നിങ്ങൾ തന്ന സപ്പോർട്ട് അത് ചെറുതല്ല, ഒരുപാട് വലുതാണ്. ഇന്ന് 2K ആവുകയും ചെയ്തു ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്. അതേ ദിവസം തന്നെ ഞാൻ എന്നാൽ പിന്നെ നിങ്ങൾക്കൊരു മധുരവുമായി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനൊരു സ്വീറ്റാണ് തരാൻ പോകുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ് നിങ്ങളോട് പറയാനുണ്ട്. ഈ സ്നേഹവും സപ്പോർട്ടും കരുതലും വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിന് തരണം. നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നിങ്ങളുടെ ചാനൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടെങ്കിൽ ചെയ്തെങ്കിൽ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എൻ്റെ ഓരോ ഫീഡ്ബാക്കിലും എന്നെ അറിയിക്കുകയാണ് നിങ്ങൾ. ആ സ്നേഹത്തിനും കരുതലിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസം, ഒരു മധുരം. അപ്പം കിണ്ണത്തപ്പം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട്, പല പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്, അതെനിക്കറിയില്ല. എന്തായാലും എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഇതൊരു വലിയ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അതിനി പെരുന്നാളാണെങ്കിലും വിശേഷ ദിവസങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിശേഷമായിട്ടുള്ള ഒരു ഗസ്റ്റുകൾ വരികയാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇത് ഒരു സൈഡായിട്ട്, ഒന്നുകിൽ ഇപ്പോൾ ലഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ആയാലും ഇത് കൊണ്ട് വെക്കും, ബിരിയാണി ആണെങ്കിൽ അതിൻ്റെ ഒരു മധുരമായിട്ട് ഇത് കൊണ്ട് വെക്കും. ഇനി ഏതൊരു ഡെസേർട്ട് ഉണ്ടെങ്കിലും ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുക ഞങ്ങൾക്ക് പ്രധാനമാണ്. പക്ഷേ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാനും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് വരാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് വീഡിയോയിൽ ഞാൻ നല്ല വിശദമായി പറയാം. അതുപോലെ ചെയ്ത് പറയുന്ന മിനിറ്റ്സും എല്ലാം ശ്രദ്ധിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് പറയണം. പച്ചരിയാണ്, റോ റൈസ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ, ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പോൾ പച്ചരി ഞാൻ ഇങ്ങനെ ഒരു 2 കപ്പ് ഇതിലെടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് എന്ത് കപ്പാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു അളവിലേക്ക് നിങ്ങൾ ചെയ്താൽ മതി. 1 കപ്പാണെങ്കിൽ 1 കപ്പിനുള്ളത്, അല്ല ഇനി 3 കപ്പാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് കപ്പാണോ നിങ്ങൾ എടുക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും ഞാനിനി അളവുകളൊക്കെ പറയാൻ പോകുന്നത്. അതെ, കണ്ടോ, ഇപ്പം 2 കപ്പാണ് ഞാൻ എടുത്തത്. അപ്പം ഇതിന് നമുക്ക് ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർക്കണം. അത് ഞാൻ അങ്ങനെ കൃത്യമായി പറയേണ്ട കാര്യമില്ല. നമ്മൾ അപ്പത്തിനിടുന്നത്, ദോശയ്ക്കിടുന്നത് എല്ലാം കുറഞ്ഞത് ഒരു 4 മണിക്കൂർ കുതിർത്തിട്ടാണ് അരച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കുതിർത്ത് വയ്ക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇതിനെടുക്കേണ്ടത്. അപ്പോൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത്, അപ്പോൾ 2 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് തേങ്ങ തന്നെ എടുക്കണം. അപ്പം ഞാനത് തേങ്ങ പാലിനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ 2 കപ്പ്. അപ്പോൾ കണ്ടോ, 2 കപ്പ് തേങ്ങ. 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് മതിയാവും. പാലടിച്ചിട്ട് എടുക്കാം. അതങ്ങനെ പാലെടുക്കുമ്പോഴും ഞാനൊരു 2 പാലോ 3 പാലോ ഒക്കെ എടുക്കും. കാരണം വെള്ളം ഇതിന് ധാരാളം വേണം. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി തന്നെ ആദ്യത്തെ പാലെടുത്ത് വെച്ചിട്ട് പിന്നെ 2ഓ 3ഓ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. തേങ്ങാപ്പാലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പോൾ 1-ാം പാല് കുറച്ച് കുറുകിയതായിരിക്കുമല്ലോ, അത് അങ്ങനെ എടുക്കുകയാണ്. അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2-ാം പാലെടുത്തിട്ട് അതും മാറ്റി വയ്ക്കും. പിന്നെ 3-ാമത്തത് തേങ്ങയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ 3-ാമതും കൂടെ അടിച്ചെടുത്തോളൂ. ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ 2-ാം പാലാണ് ഞാൻ എടുക്കുന്നത്. ഈ 1-ാം പാലാണ് ഞാനിപ്പോൾ ഈ അരിച്ചൊഴിച്ച് മാറ്റി വെച്ചേക്കുന്നത്. ഈ കിണ്ണത്തപ്പം എന്ന് പറയുന്നത് ഭയങ്കര ട്രഡീഷണലായിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ടാക്കിയാൽ ശരിയാവുമോ, ഈ ചോദ്യങ്ങൾക്കൊന്നും ഓക്കെ എന്ന് പറയാനേ പറ്റില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കിയാൽ അങ്ങോട്ട് ശരിയാവുന്നില്ല. എൻ്റെ ഇവിടെ ഇപ്പോൾ ഷാഫിക്കാടെ പെങ്ങന്മാർ ഉണ്ട്, അവർ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ ഞാൻ ഉണ്ടാക്കിയാലും ഭംഗിയായി വരും എന്ന് പറയാമല്ലേ. അപ്പോൾ ഇത് കുറച്ചൊരു മെനക്കേടുള്ളൊരു പണിയാണ്. അതായത് തേങ്ങാപ്പാലെടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യം പാലെടുത്ത് പിന്നെ ആ പാലിൽ
മൂന്നാം പാലൊഴിച്ച് അല്ലെങ്കിൽ രണ്ടാം പാലും കൂടി കുറച്ചൊഴിച്ചുകൊണ്ട് അരി അരയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രൊസീജിയർ കൂടുതലാണ്. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. നമുക്ക് ട്രിവാൻഡ്രത്ത് വളരെ പ്രശസ്തമാണിത്. എല്ലാ ബേക്കറിയിലും ഇപ്പോൾ വാങ്ങാനും കിട്ടുന്നുണ്ട്. ഇത് മൂന്നാമത്തെയാണ്. ഇനി ഇത് അടിക്കേണ്ട, ഇതിലടിച്ചാൽ ഇനി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 3 പ്രാവശ്യം നമ്മളിത് അടിച്ച് 3 പ്രാവശ്യമായിട്ട് തന്നെ മാറ്റിയും വെച്ചിട്ടുണ്ട്. അതായത് ഇതേണ്ട് 1, അടുത്തത് ഇതേ രണ്ടാമത്തതും ഞാനിങ്ങനെ ആക്കി അടച്ച് വെച്ചു. മിക്സ് ചെയ്യുമ്പോൾ എടുക്കാം. ഇപ്പോൾ മൂന്നാമത്തതാണ് ഈ എടുക്കുന്നത്. നന്നായിട്ട് കുതിർത്ത അരി, പിന്നെ ഞാൻ മൂന്നാമത്തെ പാൽ, ഇതാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഗ്രൈൻഡറിലേക്കാണ് അരി അരയ്ക്കാനായിട്ട് ഇടുന്നത്. അപ്പം നന്നായിട്ട് അരയണം, നല്ല മഷി പോലെ അരയണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു പാല് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് രണ്ടാം പാൽ കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഗ്രൈൻഡറിലാണ് നമ്മളിത് അരയ്ക്കുന്നത്. നന്നായി അരയട്ടെ. കുറച്ച് ഒന്ന് അരഞ്ഞ് വരുമ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള പോലുള്ള സാധനങ്ങൾ, പഞ്ചസാര അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് 4 മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. പക്ഷേ എല്ലാവരും മഞ്ഞ ചേർക്കാറുണ്ട്. എനിക്കത് നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. എനിക്ക് യെല്ലോ മാറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫുള്ളായിട്ട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ 3 എണ്ണമൊക്കെ ആയിപ്പോയാലും കുഴപ്പമില്ല. ഞാൻ വെള്ളം മാത്രം ചേർക്കുന്നു. അപ്പം 4 എണ്ണത്തിൻ്റെ വൈറ്റാണ് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത്. പഞ്ചസാരയാണ്. നമ്മൾ ഈ കപ്പിലാണ് അരി അളന്നത്, തേങ്ങ എടുത്തത് എല്ലാം. അപ്പോൾ അതേ ഇതിൽ തന്നെ ഞാൻ കുറച്ചിങ്ങനെ ഹൈറ്റിലായിരുന്നു അരി എടുത്തത്. അതുകൊണ്ട് അതുപോലെ തന്നെ അങ്ങനെ പഞ്ചസാരയും 2, ഇപ്പം 2 കപ്പാണെങ്കിൽ 2 കപ്പ് തന്നെ അങ്ങനെ എടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ചെറിയ ഫാമിലി, ഇതിപ്പം ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് കൊടുക്കാനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. അല്ല ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇത് 1 കപ്പൊക്കെ എടുത്താൽ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പം ഇതിനെ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പൊടിക്കുന്നതിൽ ഞാനൊരു 5-6 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പൊടിക്കുമ്പോൾ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത മാവാണ്. അതിൽ ഞാൻ മിനിറ്റും കാര്യങ്ങളും ഒക്കെ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ചിലരുടെ ഇപ്പോൾ മിക്സി ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൈൻഡർ ആയിരിക്കും. അപ്പോൾ അതിൽ എത്രമാത്രം ടൈം നന്നായി അരയാൻ വേണം എന്നുള്ളത് അവരവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ട് പറയും മഷി പോലെ എന്ന്. അപ്പോൾ അത്രയും തട്ടും തരിയും ഒന്നും ഇല്ലാതെ അരച്ചെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. അതിൽ നേരത്തെ വേണമെങ്കിൽ നമുക്ക് ആ കറക്റ്റ് അളവിൽ പഞ്ചസാര ചേർക്കാം. ഞാൻ ഇപ്പം ഇത് ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ആ ഏലക്കയുടെ ആ ഒരു തൊലിയാണ് അതിൽ കിടക്കുന്നത്. അത് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ മാറും. ഇതിലുള്ള ആ ഒരു ഏലക്കയുടെയും എന്തെങ്കിലും പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങ് വന്നു. നന്നായിട്ട് അരിച്ചെടുത്തു. മധുരം നമുക്ക് ക്രമീകരിച്ച് കിട്ടാനായിട്ട് നമ്മൾ ഇച്ചിരി ഒരു ഉപ്പ് ചേർക്കും. അപ്പോൾ അതും ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിപ്പോൾ കറക്റ്റ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ബാറ്റർ കണ്ടോ, ഇതാ ഇങ്ങനെ നമ്മുടെ അപ്പം ദോശ അങ്ങനെ പോലെ അല്ല കണ്ടോ, ഒരു ഏകദേശം പാലിനേക്കാളും ഒരല്പം കൂടെ തിക്നെസ്. വലിയ പാത്രത്തിലാണ് ഞാൻ കുറച്ചൊന്നൊരു വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം വെക്കുകയാണ്. അതിൻ്റെ പുറത്തേക്കാണ് ഈ പാത്രത്തിലെ മാവ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ കൊടുക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള പാത്രം ഏതിലാണോ ഇറക്കി വെക്കാൻ പറ്റുന്നത് അങ്ങനെ കൊടുക്കാം. കാരണം ഇത് സ്റ്റീമിലാണ് വേവുന്നത്. ഇപ്പോൾ ഇഡ്ഡലി പാത്രമാണെങ്കിൽ അങ്ങനെ. ഞാനൊരു വലിയ ഒരു ചരുവം പാത്രം എടുത്തിട്ട് അതിനകത്താണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഒന്ന് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക, സൈഡിലും എല്ലാം ഒന്ന് പുരട്ടാം. ഒരൽപ്പം ഇത്രയേ ഉള്ളൂ.
പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം 30 മിനിറ്റാണ് ഏറ്റവും കുറഞ്ഞത്. 30 to 35 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ വേവ്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ഈ പാത്രം ഇവിടുന്ന് നിറച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഈ പാത്രം അതിനകത്ത് വെച്ച ശേഷമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാത്രം ഇറക്കി വെച്ചു. ചെറുതായിട്ടൊന്ന് കണ്ടോ, നമ്മൾ ആ പുരട്ടിയ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഫുള്ള് ആ ഒരു പാത്രം ഫുൾ അങ്ങനെ വേണ്ട, ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് ബാക്കി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിന് പാകമായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത്. ഈ അടച്ചു കഴിഞ്ഞാൽ ടൈം നോക്കുക, 30 മിനിറ്റ് തൊട്ട് 35 മിനിറ്റ് വരെയാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. 30 മിനിറ്റ് ആണ് ഞാൻ വെച്ചത്, 30 മിനിറ്റിലായി. അപ്പോൾ ഏറ്റവും കുറഞ്ഞതാണ് 30 മിനിറ്റ്. 30 to 35 എന്നുള്ളതാണ്. പലപ്പോഴും ടൈം നോക്കി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ടൈം നോക്കാതെ ഇത് ചെയ്യരുത്. നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാണ്. സ്പൂണൊന്നും വെച്ച് പുരട്ടാറില്ല. ചെറുതായിട്ടൊന്ന് നെയ്യ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കിണ്ണത്തപ്പം കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയാലല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ സോഫ്റ്റാണ്. എന്താണ്, നമ്മുടെ ഹൽവ അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ വേറൊരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഹൽവ ആണെങ്കിൽ നമ്മൾ അത്രയും കുറുക്കി 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 ഉണ്ടാക്കുന്നതാണ്. ഇതാണെങ്കിൽ നമ്മൾ സ്റ്റീമിലാണ് എടുക്കുന്നത്. ആ ഒരു ഡിഫറൻസും ഇതിനുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഹെൽത്തി ഫുഡാണ്. പക്ഷെ നമുക്കിത് ഡെയിലി ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും വേണം. അത് വേണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കൂ. അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ കുറേ മെഷീൻ റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് കുറേ വീഡിയോസ്, ഷോപ്സ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. നൂല് പൊട്ടാതെ തയ്ക്കുന്നത്, അല്ലെങ്കിൽ മെഷീൻ വാങ്ങുന്ന ഷോപ്സ്, മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്സ്, ഇങ്ങനെ അതിനെല്ലാം ഒരുപാട് സപ്പോർട്ട് കിട്ടി. അപ്പോൾ നമ്മളുടെ ഓരോ വീഡിയോയും നിങ്ങൾ കാണുക. അടുത്ത് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ, എപ്പോഴും പറയുന്നതാണ്, വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടുത്തൊരു വീഡിയോയായിട്ട്, പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാൻ വീണ്ടും വരാം.